തുടങ്ങല്ലേ? അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ്. ഇപ്പൊ നമ്മള് എന്ന് പറഞ്ഞാല് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് തന്നെയാണ്. ഇനി ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടാ. ഞാൻ എല്ലാം ഓർമ്മപ്പെടുത്തലുണ്ട്. അതായത് നമ്മളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സെഷൻ, ഒരു കൺസെപ്റ്റ് പൂർത്തിയാക്കിയിട്ട് ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു 5-10 മിനിറ്റ് നമ്മൾ ബ്രേക്ക് തരും. പിന്നെയാണ് ബാക്കി ഒരു ചെറിയ കൺസെപ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഈ ബ്രേക്ക് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ നോക്കുക. എനിക്കൊന്ന് അഡ്മിന്റെ മൈക്ക് മ്യൂട്ട് അല്ലാന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ തുടങ്ങിയാണ്. ഇപ്പൊ അടുത്ത പറയാൻ പോകുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്, സൈക്കോ ഡൈനാമിക് സൈക്കോ അനലിറ്റിക് തിയറീസ് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകും. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ബേസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ നമ്മള് എന്താണ് ഈഗോ, സൂപ്പർ ഈഗോ, പിന്നെ ഇഡിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ. അപ്പോ എന്താണ് ഈഗോ ആണ് എപ്പോഴും സെൻട്രൽ നിൽക്കുന്ന ആള്. എന്താണ് ഇഡിനെയും സൂപ്പർ ഈഗോനെയും മാനേജ് ചെയ്യുന്ന ആള് എന്നൊക്കെ പറഞ്ഞില്ല. നമ്മളൊരു കഥ പറഞ്ഞു ഓർമ്മില്ല. എന്താണ് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയും പിന്നെ നമ്മളെ വാപ്പയും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോവാണ്. സപ്പോസ് ഞാൻ ആ ഒരു കഥ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ നല്ല അണിഞ്ഞൊരുങ്ങിയിട്ട് കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മളെ ചെറിയ മകനുണ്ടാവും. അതിനെന്ത് ഉണ്ടാവും, എനിക്ക് മുട്ടായി വേണം എന്നിട്ട് വാശി പിടിക്കുന്നുണ്ടാവും. അപ്പോൾ അതേ സമയത്ത് നമ്മളെ വാപ്പ പറയും, എന്താ ഇങ്ങനെ കളിക്കുന്നത്, എന്താണ് ആൾക്കാർ കാണൂലേ, ആൾക്കാർ എന്താ വിചാരിക്കുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ്. അപ്പൊ ഇതിന് നടുക്ക് നമ്മളുണ്ടാവും. നമ്മളെന്ത് പറയും, ആ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടിനോട് എന്താ പറയും, നമുക്ക് എന്ത് ചെയ്യാം, കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോൾ വാങ്ങിച്ചു തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡീൽ ചെയ്യൂലേ. അപ്പൊ ഇതേപോലത്തെ ഡീലിംഗ് ആണ് ആരെ പരിപാടി ശരിക്ക്, ഈ ഈഗോന്റെ പരിപാടി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാൻ കേട്ടാ. ഈഗോന്റെ പരിപാടി എന്ത് ചെയ്യണം, നമ്മളെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഇങ്ങനത്തെ നമ്മളെ ഇഡിനെയും സൂപ്പർ ഈഗോനെയും ബാലൻസ് ചെയ്യലാണ് ആരെ ഒരു റോൾ എന്ന് പറയുന്നത്, ഈ ഈഗോന്റെ റോൾ. അപ്പൊ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്, ഈഗോ എന്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചില ഡിഫൻസ് മെക്കാനിസം ആണ് ഫ്രൂയിഡ് പറഞ്ഞത്. അതായത് എന്താണ് ഡിഫൻസ് മെക്കാനിസം ആർ അൺകോൺഷ്യസ് സ്ട്രാറ്റജീസ് ഇൻഡിവിജ്വൽസ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ആങ്സൈറ്റി ആൻഡ് ഡിസ്ട്രസ്. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിനൊന്ന് മാനേജ് ചെയ്ത് സെറ്റാക്കുന്ന ആളാണ് ആര്, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ. ഞാൻ പറയുന്ന എന്തെങ്കിലും കൺസെപ്റ്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറയാ, അടുത്ത തമാശയൊക്കെ പറഞ്ഞോളി. എന്താണ് ഓക്കെ, അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ മെയിൻ റോൾ എന്താന്ന് പറഞ്ഞാല് നമ്മൾ റിയാലിറ്റിനെ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്യലാണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ റോൾ. അപ്പൊ അങ്ങനെ ഒരു അല്ലറ ചില്ലറ ഒരു 9ഓളം ഡിഫൻസ് മെക്കാനിസം എന്ത് പറയുന്നുണ്ട്, ഫ്രൂയിഡ് പറയുന്നുണ്ട്. ഓക്കെ. വളരെ ചെറിയ പാർട്ടാണ് ഡിഫൻസ് മെക്കാനിസം. അപ്പൊ അതിൽ ഒന്നാമത്തതാണ് ഡിനയൽ എന്ന് പറയും. ഇപ്പോ ഡിനയൽ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മളൊരു കാര്യത്തെ ഡിനേ ചെയ്യുക, അതായത് ഡിനൈങ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ ത്രെറ്റ് അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് ഇവന്റ് ഇല്ലാന്ന് എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിനായിട്ട് തീരുമാനിക്കാം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാല് എന്താണ്, നമ്മളൊരു റിലേഷൻഷിപ്പിലുള്ളത്. അങ്ങനെ എന്താണ്, നമ്മൾ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പിന്റെ പാലത്തിലായിട്ടുള്ളത്, ഇങ്ങനെ ബ്രേക്കപ്പ് ആയിക്കൊണ്ടിരിക്കും, ഇതിപ്പോ പോവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, പ്രശ്നമൊന്നുമില്ല, നമ്മൾ സ്മൂത്തിലാണ് പോകുന്നത്, ഒക്കെ സെറ്റാണ്, കാര്യങ്ങളൊക്കെ റെഡിയാണ്, സെറ്റാണ്. നമ്മളിപ്പോ എന്താണ് എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടാവും. അതായത് നമ്മളിങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് ഇല്ല സീനൊന്നുമില്ല, എക്സാം എന്താണ് വരാൻ സമയമുണ്ടില്ല, ഞാൻ രാത്രിയൊക്കെ കുറച്ചൊക്കെ നോക്കുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ റിയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ റിയാലിറ്റി നമ്മൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിനേ ചെയ്യുന്ന എന്താണ് ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഡിനയൽ. വേറൊരു കുറച്ചുകൂടി സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പോ ചില രോഗികൾ എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് വലിയ എന്തെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞാല് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഡോക്ടർക്ക് ചിലപ്പോൾ തെറ്റിപ്പോയത് ഇക്കാര്യം, നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ല, അതൊരു ഡിനയലിന്റെ ഭാഗമാട്ടാ. ഇനി കുറച്ചും കൂടി ഒരു എന്താണ് നിയർ എക്സാമ്പിൾ നമ്മൾ ഇടയ്ക്ക് പറയലുണ്ട്, എന്നെ ഒന്ന് ഉള്ളി നോക്ക്, ഈ നടക്കുന്നൊക്കെ ശരി തന്നെയാണോ എന്നുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ എടുത്തില്ലേ. അതായത് ഇപ്പോ നമ്മൾ എന്താണ് പോലീസൊക്കെ പിടിച്ച് നമ്മൾ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ്, എടാ ഇത് ഉള്ള തന്നെയാണോ, ഇതിങ്ങനെ സംഭവിക്കുന്നില്ല, അങ്ങനെ ഒരു തോട്ട് വരുന്നില്ല, ഒരു തോട്ട് പ്രോസസ്. അതിനാട്ടോ ഡിനയൽ എന്ന് പറയുന്നത്. ഓക്കെ. അതിന് അടുത്ത സാധനമാണെന്ത്, അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് ഇമ്പൾസസ് ടു എ മോർ അക്സെപ്റ്റബിൾ ഒബ്ജക്ട്. ഇപ്പോ
എന്താണ് ഇപ്പൊ നമ്മളെപ്പോ ഒരു 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 പഴങ്കഥ പറയലുണ്ട്, എന്ത് അങ്ങാടി തോറ്റതിന് അമ്മയോട് എന്ന്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു എക്സാം എഴുതി, നമ്മളെന്ത് ചെയ്തു, ഫെയിലായി. അത് നമ്മളെന്ത് ചെയ്തു, ടീച്ചർ നമ്മളെ വഴക്ക് പറഞ്ഞു. അപ്പൊ അതിന്റെ ദേഷ്യം നമ്മൾ എന്ത് ചെയ്യും, നൈസായിട്ട് ചിലപ്പോൾ ബുക്ക് എടുത്ത് വലിച്ചെറിയും. വീട്ടിൽ നിന്ന് തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും, ഉമ്മാന്റെ അടുത്ത് നിന്ന് ശരിക്കും എന്ത് ചെയ്യുന്നു, നമുക്ക് വഴക്ക് കിട്ടിയാൽ നമ്മൾ നേരെ പോയി റൂമിൽ കയറി ഒരൊറ്റ അടക്കലാണ് വാതിൽ. അപ്പൊ നമ്മൾ ദേഷ്യം മൊത്തം വാതിലിനോട് തീർക്കും. അതായത് നമുക്ക് എന്താണ് റിയാലിറ്റിയിൽ നമ്മളെ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു എനർജി നമുക്ക് എന്താണ് തീർക്കാൻ പറ്റാത്ത ആൾക്കാരോട് അല്ലെങ്കിൽ സാധനത്തോട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടി സോഫ്റ്റ് ആയ അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയ ഒരു എന്താണ് ഒരു സാധനത്തിലേക്ക് മാറ്റാം. ഇപ്പോ എന്താണ് ഒരു എക്സാമ്പിൾ, നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തെ നമ്മൾ എന്താണ് ഓഫീസിൽ ബോസിനോടൊക്കെ അടി ചെയ്തിട്ടായിരിക്കും വരിക. നമ്മളെന്ത് ചെയ്യും, ചിലപ്പോൾ തോറ്റുണ്ടാവും. അപ്പൊ ബോസിനോട് തീർക്കാൻ കഴിയാത്തൊരു ഒരു പക ഉണ്ടാവില്ലേ, ആ പക നേരെ പുറത്തുന്നിട്ട് ഭാര്യയോടോ മക്കളോടോ ഒന്നോടൊക്കെ തീർക്കുന്ന ഒരു ഫുള്ള് ചൂടായിരിക്കും അന്നത്തെ ദിവസം. ആ ഒരു സിറ്റുവേഷൻ അല്ലേ, ആ ഒരു സിറ്റുവേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. അതായത് മോർ അക്സെപ്റ്റബിൾ ആയ ഓബ്ജക്റ്റിലേക്ക് നമ്മളെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ഒരു നെഗറ്റീവ് എനർജി, അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമാശ ആയിട്ടുള്ള എന്താണ് എക്സാമ്പിൾസ് ഒക്കെ അറിയെങ്കിൽ ചാറ്റ് ബോക്സിലോ വോയിസിലൊക്കെ പറയാം കേട്ടോ. ഞാൻ വളരെ നമ്മളെ റിയൽ ലൈഫിൽ കാണുന്ന സിമ്പിൾ സിമ്പിൾ എക്സാമ്പിൾസ് മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അടുത്താണ് എന്ത്, ഐഡന്റിഫിക്കേഷൻ. അതായത് അഡോപ്റ്റിംഗ് ട്രൈറ്റ്സ് ഓഫ് സമ്മൺ അഡ്മയറബിൾ അല്ലെങ്കിൽ അഡോപ്റ്റിംഗ് ട്രൈറ്റ്സ് ഓഫ് സമ്മൺ ലെസ് വൾണറബിൾ. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്താണ് പുതിയൊരു കോളേജിലൊക്കെ പോയി, അങ്ങനെ നമ്മൾ ജൂനിയേഴ്സ് ആണ്, സീനിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചില്ലറ റാഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് കുരുത്തക്കേടുള്ളതിനൊക്കെ ഒന്ന് മേട്ടി വിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളിങ്ങനെ വീക്ഷിക്കും. അപ്പൊ ഒരു ചങ്ങായി ഉണ്ടാവും, മുണ്ടാട് നടക്കുന്നുണ്ടാവും, ആരോട് ഒച്ചപ്പാടാക്കാണ്ട് മുണ്ടാട് കോളേജിന്റെ സൈഡിലേ പോകുന്ന ഒരു ചങ്ങായി ഉണ്ടാവും. അപ്പൊ ഓനെ പോലെ നടന്ന റാഗിങ്ങിലൊന്നും പെടാണ്ട് രക്ഷപ്പെടാന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ചങ്ങായിനെ അഡോപ്റ്റ് ചെയ്യും. ആ ചങ്ങായി ചെയ്യുന്ന പോലെ മുണ്ടാണ്ട് ഒച്ചപ്പാടാക്കാണ്ട് ഒരു കുരുത്തക്കേടൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കോളേജിൽ പോയി തിരിച്ചു തരുന്ന ആ ഒരു സിറ്റുവേഷൻ, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇല്ല, അതിനാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ് നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും ചില ആൾക്കാരെ ആദ്യമായിട്ട് പള്ളിയിലും അമ്പലത്തിലും അവിടെയൊക്കെ കൊണ്ടുപോയാല് അവർക്ക് എന്ത് ചെയ്യണ്ടാവില്ല, ഇതെന്ത് ചെയ്യേണ്ടിന്ന് അറിയണ്ടാവില്ല. അപ്പൊ മറ്റുള്ള ആൾക്കാർ നോക്കിയാ ഓന് എന്തോ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ ചെയ്യും, ഓൻ തൊയ്യുന്നുണ്ട് അപ്പൊ ഞാനും തൊയ്യുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മള് മറ്റൊരാളെ ഒരു അഡ്മയറബിൾ ആയ അല്ലെങ്കിൽ ലെസ് വളറബിൾ ആയ മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ അതേപോലെ ആക്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്, ഏതോ ഒരു സിനിമയിൽ ദിലീപിന്റെ ഒരു സീൻ ഉണ്ടല്ലോ, ഫ്ലൈറ്റിന്ന് എന്താണ് കൂടെ ഒരു പെണ്ണുണ്ടാവും, ഏതാണ് പേര് ഓർമ്മയില്ല കേട്ടാ, ഫ്ലൈറ്റിൽ ഇരിക്കുന്ന സമയത്ത് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടേക്കും. അപ്പൊ ഇതെന്തൊക്കെ ചെയ്യേണ്ടിന്ന് അറിയണ്ടാവില്ല. അപ്പൊ ദിലീപ് എന്ത് ചെയ്യും, ഒരു ടിഷ്യൂ എടുത്തിട്ട് വായിലിടും. അപ്പൊ ഇതേപോലെ ഈ പെണ്ണ് കാട്ടും. ഓക്കെ, ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ പെണ്ണ് ദിലീപിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ദിലീപിനെ അതേപോലെ കോപ്പി ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറിനാണ് എന്താ പറയാ, ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെന്താ അടുത്തൊരു ഡിഫൻസ് മെക്കാനിസം ആണ് പ്രൊജക്ഷൻ എന്ന് പറയാം. അതായത് ആട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ടു അതേഴ്സ്. അതായത് ഇപ്പോ ചില സമയത്ത് എന്താണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കുമോ, അത് ഓരോന്നും പ്രശ്നമല്ലേ, ഞാൻ മാത്രമാണ് ചെയ്തത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന ഒരു ഫോൾട്ട് കാരണം നടന്ന ഒരു സംഭവത്തെ എന്ത് ചെയ്യും, നമ്മള് വേറൊരാളെ മേലിൽ എന്ത് ചെയ്യുക, കെട്ടിച്ചമക്കുക എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരും. അത് നമ്മളെന്ത് ഒഴിവാക്കിയിട്ട് ഓരോന്നും പ്രശ്നമാണ്, ഓരോന്നുമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾ ഒന്ന് സമാധാനിക്കില്ലേ പറഞ്ഞിട്ട് ഒരു കഴിച്ചിലാവൽ. ആ സാധനമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ടു അതേഴ്സ്. നമ്മൾ ചെയ്തത് റെഡിയല്ല, അവരും ഒപ്പം എന്തുണ്ട്, അവർ ചെയ്തത് റെഡിയല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിനാണ് പ്രൊജക്ഷൻ എന്ന് പറയാം. ഒരു മെയിൻ എക്സാമ്പിൾ പറയുന്നത് സ്റ്റുഡന്റ് ക്ലെയിംസ് എ പ്രൊഫസർ ഡിസ്ലൈക്സ് ദം വെൻ ഇൻ റിയാലിറ്റി ദ സ്റ്റുഡന്റ് ഡിസ്ലൈക്സ് ദ പ്രൊഫസർ. അതായത് നമുക്ക് മാത്സ് ടീച്ചർ തീരെ ഇഷ്ടമല്ല, അപ്പൊ നമ്മളെന്താ പറയുക, ടീച്ചർക്ക് അതിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അതിനൊന്ന് ന്യായീകരിക്കൂലേ. ആ ഒരു സിറ്റുവേഷൻ ആണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകണം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എനിക്ക് അടുത്ത സാധനമാണ് റാഷണലൈസേഷൻ. നമ്മൾ എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യുന്ന വൺ ടൈപ്പ് ഓഫ് ന്യായീകരിക്കലാണ് റാഷണലൈസേഷൻ. അതായത് റീഇന്റർപ്രറ്റിംഗ് ബിഹേവിയർ ടു മേക്ക് ഇറ്റ് ആക്സെപ്റ്റബിൾ. നമ്മൾ ചെയ്തത് തെറ്റാണ്, എന്നാലും അതിനോട് വളച്ച് ഓടിച്ചിട്ട് എന്ത് ചെയ്യുക,
അതിനെ നേരെയാക്കുക. അത് നമ്മള് എന്താണ് ചളിയിലൊക്കെ വീണ് ഉരുളാന്നൊക്കെ പറയും ഇടയ്ക്ക്. അതായത് നമ്മള് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും, പിന്നെ എന്ത് ചെയ്യാ, അതിനെ നമ്മളുണ്ട് വളച്ചു പിടിച്ചിട്ട് നേരെയാക്കി വെക്കും. അതിപ്പോ അങ്ങനെ അതങ്ങനെ ആയതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ നമ്മളൊരു എക്സാം എഴുതി തോറ്റു. സോൾ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എന്താ പറയും, അത് എക്സാം ഭയങ്കര ടഫ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഒരു അത് ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ജയിച്ചേനെ. പക്ഷെ റിയൽ കോസ് എന്ന് പറയുന്നത് നമ്മളെ സെൽഫ് ബിഹേവിയർ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള റീസൺ ആണ്. അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ മെയിൻ ആയിട്ട് കാണുന്നത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല, സിഗരറ്റ് വലിച്ചാൽ ലങ് ക്യാൻസർ വരും, മരിച്ചോ എന്നൊക്കെ പറയും. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഇതിപ്പോ സിഗരറ്റ് വലിച്ചിട്ട് എത്ര ആൾക്കാർ മരിക്കുന്നു, വേറെ എന്തെങ്കിലും രീതിയിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്, വെറുതെ മരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനെ ന്യായീകരിക്കുന്ന ഒരു 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 മെക്കാനിസം, ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കേട്ടോ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് റീഇന്റർപ്രറ്റിംഗ് ബിഹേവിയർ ടു മേക്ക് ഇറ്റ് ആക്സെപ്റ്റബിൾ. നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെ നന്നാക്കാനുള്ള ഒരു ശ്രമം. ഓക്കെ, അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത സാധനമാണ് എന്ത്? റിയാക്ഷൻ ഫോർമേഷൻ, എക്സ്പ്രസിങ് ദ ഓപ്പോസിറ്റ് ഓഫ് ട്രൂ ഫീലിങ്സ്. അതായത് ഇപ്പോ ഇതിന് ഒരു ഹിസ്റ്ററി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്ററി ആണ്, എന്നാലും അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ എന്താണ് ക്രൂസൈഡേഴ്സ് ഒക്കെ, ഈ കുരിശുദ്ധക്കാരൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ലോകം ഭരിക്കുന്ന സമയത്ത്, ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാല് ഈ എന്താണ് ഹോമോസെക്ഷൽസിനൊക്കെ ഭയങ്കര എതിരാണ്. പക്ഷെ അതിലുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, ചില പഠനങ്ങളൊക്കെ ആണ് കേട്ടാ, ഇനിയിപ്പോ ഇതിന് നാളെ തന്നെ കുത്താൻ വരണ്ട. ഓക്കെ, അതായത് ഒരേ സമയത്ത് എന്താ നമ്മളൊരു ബിഹേവിയർ ഇഷ്ടപ്പെടാം. ഉദാഹരണത്തിന് കുറച്ചുകൂടി സേഫ് ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞാല്, നമുക്ക് കള്ളുടിക്കാൻ ഇഷ്ടമാണ്, എന്നാലും എന്ത് ചെയ്യാം, ആന്റി ഡ്രഗ്സിനെതിരെ നമ്മൾ എന്ത് ചെയ്യാം, തെരുവിൽ സമരം ചെയ്യാൻ ഇറങ്ങുക. ഓക്കെ, ആ ഒരു ഒരു കോപ്പിംഗ് സിറ്റുവേഷൻ ആണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ്പ്രസിങ് ദ ഓപ്പോസിറ്റ് ഓഫ് ട്രൂ ഫീലിങ്സ്. കുറച്ചുകൂടി സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാലേ, നമ്മള് എന്താണ് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്, അങ്ങനെ തിന്ന് ലാസ്റ്റ് പീസ് ഓഫ് ഒരു കേക്ക് ഉണ്ടാവും, നമുക്കത് വേണം, പക്ഷേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, എനിക്ക് വേണ്ട, ഇപ്പൊ വേണ്ട, ഫുള്ളാണ്, വയറ് ഫുള്ളാണ്, എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ല, അതാണ് കേട്ടോ റിയാക്ഷൻ ഫോർമേഷൻ. അതായത് നമ്മളെ ഒരു ട്രൂ ഫീലിങ്സ്, അതായത് എനിക്ക് ആ കേക്കിന്റെ കഷ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു, പക്ഷെ എന്താണ് നമ്മൾ അതിന്റെ നേരെ ഒരു ഓപ്പോസിറ്റ് ബിഹേവിയർ പുറത്ത് എക്സ്പ്രസ് ചെയ്യുക, എനിക്ക് ഇപ്പൊ വേണ്ട എന്നുള്ള ഒരു റിയാക്ഷൻ പുറത്ത് കാണിക്കാം. അതാണ് എന്തൊരു ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ആളാണ് റിപ്രഷൻ. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി റിമൂവിങ് ഡിസ്ട്രസിങ് തോട്ട് ഓർ മെമ്മറീസ് ഫ്രം കോൺഷ്യസ്നസ്. അതായത് ഇത് ഈ സിറ്റുവേഷൻ എവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കോൺഷ്യസ്, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ഒരു ഞാൻ ഉണ്ടാവില്ലേ, ആ ഞാൻ എന്ത് ചെയ്യാ, ആ സിറ്റുവേഷൻസ് ഒക്കെ എന്ത് ചെയ്യാ, അറിയാണ്ട് എന്താ ചെയ്യാ, മറപ്പിക്കുക. നമ്മളെ ആ സാധനം എന്താ പിന്നീട് എന്താണ് ഓർക്കാതെ ആക്കുക, അല്ലെങ്കിൽ ആ സാധനം ഓട്ടോമാറ്റിക് നമ്മളെ മെമ്മറിയിൽ നിന്ന് മായ്ച്ചു കളയുക. അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെ, നിങ്ങൾ മാർവൽ ഫാൻ ആണോന്ന് അറിയില്ല, ഞാനൊരു മാർവൽ ഫാൻ ആണ്. ഓക്കെ, അതായത് ഈ മാർവലില് അയൺമാന്റെ ഒരു സീൻ ഉണ്ടാവും. അയൺമാന് എന്താണ് ന്യൂയോർക്കിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ, അപ്പൊ അതിന്റെ ഒരു ട്രോമ ഉണ്ടല്ലോ, ആ ട്രോമ ഈ അയൺമാൻ കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എപ്പോഴൊക്കെ ന്യൂയോർക്കിന്റെ പേരും സിറ്റുവേഷനും പറയുമോ, അപ്പൊക്കെ എന്ത് ചെയ്യും, എന്താണ് ഈ ചായക്ക ഒരു ഓർമ്മ തിരിച്ചു വരും. അപ്പോ ഈ ഓർമ്മ നമ്മളെ മനസ്സിനെ ഓട്ടോമാറ്റിക് മായ്ച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതിനാണ് റിപ്രഷൻ എന്ന് പറയുക. അങ്ങനെ നമ്മൾ ഓർമ്മ മായ്ച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു അസുഖം ഉണ്ടാകുന്നതാണ് PTSD എന്ന് പറയും, പോസ്റ്റ് ട്രോമ എന്താണ് ഒരു അതിന്റെ ഫുൾ ഫോം ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, PTSD എന്നാ പറയാ അല്ലെ, അങ്ങനെ തന്നെ അല്ലേ, അതൊക്കെ ആർക്കും അറിയെങ്കിൽ പറയാം കേട്ടാ. അപ്പോ ആ ഒരു സിറ്റുവേഷൻ വരുന്ന അങ്ങനെയാണ്. അതായത് നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ട്രോമാറ്റിക് ഇവന്റ് മറന്നു പോകാൻ കഴിയില്ലെങ്കിൽ നമ്മളെ കോൺഷ്യസ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, അതിങ്ങനെ ആയിട്ട് കൊണ്ടുവരും. അങ്ങനെ അല്ലെങ്കിൽ അതിനെ റിപ്രഷൻ എന്ന് പറഞ്ഞ ഡിഫൻസ് മെക്കാനിസം അതിനെന്ത് ചെയ്യും, അറിയാണ്ട മെമ്മറി നൈസായിട്ട് ഫേഡ് ആക്കിപ്പിക്കും. ഓക്കെ, ഇതിനാണ് റിപ്രഷൻ എന്ന് പറയില്ലേ. ഇനി അടുത്താണ് റിഗ്രഷൻ എന്ന് പറയും, റിട്ടേണിങ് ടു ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. ഉദാഹരണം പറഞ്ഞാൽ പണ്ട് ഏതോ ഒരു ടെലിഫിലിമൊക്കെ ഉണ്ടായി, എന്താണ് നമ്മളടുത്തുനിന്ന് നമ്മളൊരു ഒരു ഒരു ടീമിന്റെ കൂട്ടത്തിലുണ്ടാവും, നമ്മളോട് പെട്ടെന്ന് നീ ഇവിടെ നിൽക്കണ്ട പോന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പോവില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂലേ, ഒരു സീൻസ് ആണ്. എവിടെ ഏതോ ടെലിഫിലിം കണ്ട പരിചയം ഉണ്ട് കേട്ടാ.
അതായത് ഞാൻ പോവില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ. അതാണ് റിഗ്രഷൻ. അതായത് അതല്ല റിഗ്രഷൻ, നമ്മളൊരു ഒരു ചൈൽഡ് സെൽഫിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നമ്മളെ എന്താണ് ഇപ്പൊ ചില സ്ഥലത്തുണ്ടാവും ചീത്ത പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളൊരു കുട്ടിക്കളി കളിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു കുഞ്ഞിക്കളി കളിക്കാം. അതാണ് റിഗ്രഷൻ എന്ന് പറയാ. ഇപ്പോ എന്താണ് ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞാൽ അവര് ചിലപ്പോ അവര് പണ്ട് ശീലിച്ചിട്ടുണ്ടാകുന്ന വായി കഴിയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവം തെറ്റ് തിരിച്ചുകൊണ്ടുപോകും. ഒരു ചെറിയൊരു സിറ്റുവേഷനില് അതൊക്കെയാണ് എന്ത് ചെയ്യുക, റിഗ്രഷൻ ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത സാധനമാണ് എന്ത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ എന്ന് പറയുന്നത് വളരെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ ഒരു എന്താണ് നമുക്കിപ്പോ ലൈഫിൽ ഒരു അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോ അതിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് ഒരു വൈബിലേക്ക് തിരിച്ചു കൊണ്ടുവരാം, പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞാല്, ഉദാഹരണത്തിന് എന്താണ് നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയെന്ന് പറഞ്ഞാല്, നല്ലൊരു റിലേഷൻഷിപ്പിലുള്ള ആള്, അങ്ങനെ അയാളെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി. അപ്പൊ അയാൾ എന്ത് ചെയ്യും, അയാളിലുള്ള ഏറ്റവും ടോപ്പ് ബിഹേവിയർ ഉണ്ടാവില്ലേ, അതിനെ അയാൾ എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യാൻ നിൽക്കും. ഇപ്പൊ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ഫോട്ടോഗ്രാഫി മികവിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു നെഗറ്റീവ് ഒരു ഫീലിംഗ് എന്ത് ചെയ്യും, പോസിറ്റീവിലേക്ക് മാറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്, അയാൾ ശരിക്കും അയാളെ ഫാമിലി ശരിക്കും എന്താണ് ഫുൾ ബ്രേക്ക് ചെയ്തതാണ്. അതായത് മക്കളില്ല, ഭാര്യയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഒരു ഫാമിലി കൗൺസിലർ ആണ്, ഒരു ഫാമിലി മോട്ടിവേഷൻ സ്പീക്കർ. അതായത് ആ ഒരു സിറ്റുവേഷൻ ആണ്, അൺഅക്സെപ്റ്റബിൾ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യണം, ഫാമിലി ഉള്ള ആൾക്കാർക്ക് ഫാമിലിനെ എങ്ങനെ കൊണ്ടുനടക്കണം എന്നുള്ളത് എന്താ പറയാ, ഒരു കൗൺസിൽ എടുക്കുന്ന ഒരാളായി മാറി. അപ്പൊ അതായത് ചാനലിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻടു സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ. ഇപ്പൊ ഇവിടെ ഒരു ഉദാഹരണം എന്താ പറഞ്ഞാല് എന്താണ്, കൂടുതൽ ദേഷ്യമുള്ള ആൾക്കാര് അവരെന്താ കണ്ടാളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വീട്ടുന്നൊരു ടൈപ്പാണ്, ഒരു ഗുണ്ടവിനൊക്കെ പോലത്തെ സാധനം. അപ്പൊ അവരെന്ത് ചെയ്യും പറഞ്ഞാൽ ആ ഒരു ദേഷ്യം അവരെന്ത് ചെയ്യും, ഒരു ബോക്സർ റിങ്ങിലേക്ക് ഇട്ടിട്ട് ബോക്സിങ് ചാമ്പ്യൻഷിപ്പും അല്ലെങ്കിൽ കരാട്ടയിലൊക്കെ കിട്ടുന്ന എന്ത് ചെയ്യും, ആ ഒരു ദേഷ്യം എന്നുള്ള ഒരു സാധനം എവിടെ പ്രൊജക്ട് ചെയ്യാൻ പറയും, എവിടെ കാണിക്കാൻ പറയും, ഈ റിങ്ങിൽ കാണിക്കാൻ പറയും. അതിന് ഏതോ ഒരു ഫിലിം ഉണ്ട്, ഒരു ഇംഗ്ലീഷില് ഒരു ഹോളിവുഡ് സിനിമ, അതിന്റെ പേരൊക്കെ ഓർമ്മില്ല, എന്താണ് സ്പൈക്കോ അങ്ങനെന്തോ ആണ്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ഒരു പെണ്ണുണ്ടോ ഭയങ്കര അഗ്രസീവ് എന്ന് പറഞ്ഞാല് ഒന്ന് പറഞ്ഞാൽ രണ്ടിന് അടിപ്പിടി, അങ്ങനത്തെ ഒരു ടൈപ്പാ. അങ്ങനെ അതായത് അവളെ ഈ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം എന്താണ് ഒരു ഷോക്കിംഗ് മെക്കാനിസം വെക്കും ബോഡിയിൽ ഫുൾ ആയിട്ട്. എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോ എന്ത് കണ്ടാലും ചിലപ്പോൾ ദേഷ്യം വരും, ചെറിയ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അപ്പൊ ദേഷ്യം വരും. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ വെക്കും കയ്യിൽ. ആ കീ നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഷോക്ക് അടിക്കും, ആ ദേഷ്യം എന്ത് ചെയ്യും, കൂളാവും. അങ്ങനെ ഇതെന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് US ആർമി കാണും. അങ്ങനെ എന്ത് ചെയ്യും, അവളെ US ആർമിയിലേക്ക് എടുക്കും. എന്ന് പറഞ്ഞാൽ ഇവളെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ടിൽ ഏത് വലിയ ഗുണ്ടയാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും അവരെന്ത് ചെയ്യും, ഒരു അറ്റാക്ക് ചെയ്യാനും അല്ലെങ്കിൽ തോപ്പിക്കാനൊക്കെ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ഫീമെയിൽ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിനെ നല്ല രീതിയിലേക്കാണ് എന്ത് US ആർമി അവരെ റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, എന്താ പറയാ, ഒരു പോലീസിന്റെ അല്ലെങ്കിൽ ഒരു ആർമി ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും, അപ്പോൾ ആ ഒരു നെഗറ്റീവ് അഗ്രസീവ് ബിഹേവിയർ എന്ത് ചെയ്യും, പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് സബ്ലിമേഷൻസിന് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് എന്ത് ഇതിന്റെ ഇടയ്ക്ക് 9 തന്നെ ഉള്ളത് കേട്ടാ, 7, 8, 9. ഓക്കെ, ലാസ്റ്റത്തെയാണ് സബ്ലിമേഷൻ. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ മനസ്സിലാവും. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, കുറച്ച് ചിരിക്കൊക്കെ ചെയ്യാം. കോമഡി ഉള്ള എന്താണ് എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നാൽ നമുക്ക് വായിക്കാം, ചിരിക്കാം. ഓക്കെ.